പിള്ളേർക്ക് കിട്ടി. അതിൽ 5ാമത്തെ റാങ്കാണ് ആൻസ് കുട്ടന്. എന്താണെന്നറിയാവോ? താളാ ഒരെണ്ണം തന്നാൽ മതി, 2 നീ എടുത്തോ. ഉണ്ടോ നീ എത്രണ്ണം ഉണ്ടോ? സ്റ്റാപ്ലർ പിന്നുള്ളടാ ഇരിക്കണേ. ഇതൊക്കെ ആരുടെ ഇവിടെ കൊണ്ടുവച്ചേക്കണേ? ഇവിടെയൊക്കെ ഞാൻ എന്നാ വൃത്തിക്ക് വെച്ചതാ. ഇവിടെ ഇപ്പോൾ ഇത് തന്നെ സ്റ്റോറേജ് റൂമാണോ, സ്റ്റോർ റൂം പോലെ എല്ലാ റൂമ്. അപ്പം ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ചാച്ചനെ ഒന്ന് കാണാൻ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി ഇല്ലായിരുന്നു, ഉള്ളി വാങ്ങിച്ചു. പിന്നെ അരി വാങ്ങിച്ചു, ഒരു ചൂല് വാങ്ങിച്ചു. ഇത്രയും വാങ്ങിച്ചോണ്ടാണ് വന്നതേ. ഇതൊരു കാഴ്ച കാണിച്ചുതരാം. ഇതിൻ്റെ അടിയിലിരിക്കണ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വെച്ചതാണ്. എനിക്കറിഞ്ഞൂടാ ഇവിടെ എന്നൊക്കെ ഇരിക്കണേന്ന്. ഒരു ദിവസം വയ്യാണ്ടായപ്പോഴത്തേക്ക് അപ്പം ഇതെന്താ ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. മീൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ കറി വയ്ക്കാൻ വേണ്ടി തണുക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. പ്രാണി കയറി തിന്നാതിരിക്കാനാണ് ഞാൻ ഈ പരിപാടിയല്ല. അപ്പോൾ ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അത് നീ എടുത്തോടാ, പിന്നെയും പോയി. അതെന്നാൽ പിന്നെ എനിക്കും കൂടെ ഒരെണ്ണം എടുത്തു വാടാ. നീ തിന്നണത് വേടാ, കൊതി പിടിക്കൂടാ. ഞങ്ങൾ ഞാവൽപ്പഴം വാങ്ങിച്ചോണ്ട് വന്നാണ് കേട്ടാ. എടാ അതെടുത്ത് വെക്കടാ, പിന്നെ എടുക്കാടാ. ഒരെണ്ണം എനിക്ക് തന്നാ മതി. ആ എടാ ആ മുഴുത്തതാടാ. അതൊന്നും പറ്റുള്ളടാ. ആ നാവ് വയലറ്റ് കളറായി. അപ്പം ഞാൻ ഇനി മീൻ വെക്കാനുള്ള തിരക്കിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ. കഞ്ഞി വെക്കണം, കറി വെക്കണം, കഴിക്കണം, കിടക്കണം, അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിയും മുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ. ഇത് വെക്കാൻ 15 മിനിറ്റ് മതി. ഇതെല്ലാം വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 15 മിനിറ്റ് മതി. ആണെങ്കിൽ പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് വഴറ്റി വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പം വെള്ളം തിളയ്ക്കണമല്ലോ. ഗ്രേവി തിളച്ച് വരുമ്പോഴാണ് മീൻ കഷ്ണം ഇട്ടുള്ളൂ. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം കൂടെ കഴുകി വാരി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. എളുപ്പത്തിനൊക്കെ ആയിട്ടുള്ള കുക്കിങ്ങൊക്കെയാണ് എൻ്റെ. ചേട്ടൻ വന്നിട്ട് കിടക്കുക. ആൻസൂട്ടൻ റൂമിൽ കയറി ഇരിക്കുന്നുണ്ട്. ആൻസ് വളർന്നില്ലേ. കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മുടെ പുറകെയൊക്കെ നടക്കുന്നത്. വളരും തോറും അവരുടേതായ പ്രൈവസിയിലേക്കും അവരുടേതായ ഗെയിമിലേക്കും കളികളിലേക്കൊക്കെ മാറി മാറിപ്പോകും. സ്വാഭാവികം. കാരണം ഞാനും ഇതൊക്കെ കണ്ട് വളർന്നതല്ലേ. ഞങ്ങൾ 2 പേരായിരുന്നു, ഞാനും എൻ്റെ ബ്രദറും. അപ്പം ചേട്ടായിയുടെ ഒരു ക്യാരക്ടർ കുഞ്ഞുനാൾ മുതൽ വളരുന്നതൊക്കെ ഞാനും കണ്ട് വളർന്നതല്ലേ. പിന്നെ എനിക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പം ഞാനേതായാലും മീൻകറിയൊക്കെ വെക്കട്ടെ. മീൻകറി വെക്കുമ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം കുടിക്കും. എന്താണല്ലോ ഒരു ചാനലുള്ള നല്ല കാര്യമാണ്. എനിക്കിങ്ങനെ സംസാരിക്കാനും എൻ്റെ വിശേഷങ്ങൾ പറയാനും എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനൊക്കെ എനിക്ക് കുറച്ച് പേരെങ്കിലും കേൾക്കാനുണ്ടല്ലോ. നല്ല രീതിയിൽ കേൾക്കുന്നവരും മോശം രീതിയിൽ കേൾക്കുന്നവരും ഉണ്ട്. നല്ല രീതിയിൽ കേൾക്കുന്നവർ നല്ലതായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടാതെ വീഡിയോ കാണുന്നവരുണ്ട്. എന്താ പറയുന്നതെന്ന്
കാത് കൂർപ്പിച്ചിരിക്കുന്നവർ അവരും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ഈ 2 തരത്തിലുള്ള ഷെയർ ചെയ്യൽ നമുക്ക് ഗുണം ചെയ്യും. ഏണിങ്സ് അതും കിട്ടുമല്ലോ. അപ്പം അതും കൂടെ കണ്ടിട്ടാണല്ലോ നമ്മളൊരു ചാനലൊക്കെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുക, ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ആരെങ്കിലുമൊക്കെ കേൾക്കുക എന്നുള്ളതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. സെക്കൻഡ് ഓപ്ഷനാണ് ഏണിങ്സ് എന്നുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത ക്രിയേറ്റ് ചെയ്ത വീഡിയോയ്ക്കൊരു പ്രതിഫലം കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ പാചകം അടിയുടെ ഇടയ്ക്ക് പാചകത്തിലേക്ക് പോട്ടെ കേട്ടോ. ഇനി ഞാൻ മീനും ഇട്ട് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്, എല്ലാവർക്കും ബോറടിക്കാതെ കാണണ്ടേ. അപ്പം നമ്മൾ ആ മീൻ കഷ്ണങ്ങളൊക്കെ പറക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി പിന്നെ 10 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. മീൻ കഷ്ണം 15 മിനിറ്റത്തെ വേവേ ഉള്ളൂ. സിലോപ്പി ആയതുകൊണ്ട് വലിയ വേവൊന്നും ഇല്ല കേട്ടോ. മീൻ പിന്നെ പെട്ടെന്ന് എന്ത് കിട്ടും. റേഷൻ അരിയാണ് കേട്ടോ, വെള്ള അരിയാണ്. ഇതുണ്ടോ, ഈ അരിയാണ് നമ്മളിപ്പോൾ വേവിക്കാനിട്ട് വെച്ച്. നമ്മുടെ കുത്തരി തീർന്നു പോയേ. നമ്മൾ അരി വാങ്ങി കാറിൽ വെച്ചേക്കും, എടുത്തോണ്ട് വന്നില്ല. അതേ ഇതിനകത്ത് നെയ്യപ്പം ഇരിക്കുന്നു. ദേടാ ആവശ്യം ഇതിനകത്ത് നെയ്യപ്പം ഇരിപ്പുണ്ടോ? ചേട്ടനാണോ? നാളെ തിന്നാം. എല്ലാം കൂടെ തിന്നാ ഓടൂല. ഉണ്ടായിരിക്കൂല. ചേട്ടനെ ഇരിക്കുന്നു. ഷേവൊന്നും ചെയ്യാതെ. ഇന്ന് ഷേവൊന്നും ചെയ്യാത്ത. എന്നാലും പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ. കല്യാണം കഴിയണ വരെ ഉള്ളു ഗ്ലാമർ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യവട്ടം. പിന്നെ പോയല്ലോ. പിന്നെ പോയല്ലോ. അർജന്റ് കേസ് കെട്ടിപ്പോയല്ലോ. അർജന്റ് കേസ് കളികൊണ്ടായിരുന്നു നമ്മൾ പോയി. അവർ ഡ്രസ് നോക്കാറില്ല, നമ്മൾ ഇത് നോക്കാറില്ല. പല്ല് തേച്ചില്ലേ നമ്മൾ പോയിരിക്കും, കുളിച്ചില്ലേലും പോകും. അർജന്റ് അർജന്റല്ലേ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് ചെയ്ത് അതില്ല. ചേട്ടനെ നമുക്ക് ഒരു ദിവസം സാരി ഒക്കെ ഉടുപ്പിച്ചാലോ. ചേട്ടൻ പറഞ്ഞ ഒരു ദിവസം സാരി കൊടുക്കാന്ന്. ഓണം ഒക്കെ അല്ലേ വരുന്നത്, ഓണത്തോടനുബന്ധമായി. നീ ചിക്കൻ ഞാൻ കണ്ടിട്ടുണ്ട്, അതോടെ പറഞ്ഞത്. ഞങ്ങളപ്പോ ചോറൊക്കെ വെച്ച് മീൻകറിയൊക്കെ വെച്ച് കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ. മീൻ വറുത്ത് ബാക്കിയുണ്ടോ വറക്കാൻ? മൊത്തം എടുത്തോ? മൊത്തം എടുത്തു. ആ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. 150 കുട്ടികളുടെ സെലക്ഷൻ നടന്നതിൽ നിന്ന് 100 പിള്ളേർക്ക് കിട്ടി. ആ 100 പിള്ളേർക്ക് കിട്ടിയതിൽ നിന്നും ടെസ്റ്റ് എഴുതിയിട്ട് അതിൽ നിന്ന് 44 പിള്ളേർക്ക് കിട്ടി. അതിൽ 5ാമത്തെ റാങ്കാണ് ആൻസ് കുട്ടന്. എന്താണെന്നറിയാവോ? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, അതായത് SPC, സ്കൂളിലെ SPCയിൽ. എന്നിട്ടിപ്പോൾ കള്ളനായിട്ട് നടക്കുവാണോ? കത്തി കൊലയൊക്കെ ഇട്ട് പോലീസായിട്ട് കിട്ടിയാൽ വന്നേ കള്ളനായിട്ട് അഭിനയിച്ച് നടക്കുന്നു. ഒരു കള്ളം വന്നിട്ട് പറയാ ഹാൻസപ്പ് പൈസ എടുത്തല്ലേ കത്തി പിടിച്ചോണ്ട്. തോക്കിന്റെ കാലാണ്, എൻ്റെ ഒരു തോക്കുണ്ട്. അയ്യേ. അപ്പൊ ആൻസ് കുട്ടിയുടെ സ്റ്റുഡൻറ് പോലീസിൽ കിട്ടിയിട്ടോ. ഞാൻ ഓർത്തു ഫിസിക്കൽ ടെസ്റ്റിലൊക്കെ ആൻസ് ജയിക്കുമെന്ന് എനിക്കറിയാം. കാരണം അവനൊക്കെ സ്പോർട്സ് പരമായിട്ട് കുറച്ച് കഴിവൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. എൻ്റെ പാരമ്പര്യമല്ല, ജോജോ പപ്പയുടെ പാരമ്പര്യമായിട്ട്. ഞാൻ സ്പോർട്സിലൊന്നുമില്ല. ആർട്സൊക്കെ ആണെങ്കിൽ പിന്നെ നോക്കാം. എടാ മാറാ, ആ തെറിക്കൂടാ, ആ തെറിച്ചു വന്ന് കൊള്ളൂല്ലേടാ. എടാ മൂക്ക് കാണിച്ചേ, എടാ തോക്ക് കാണിച്ചേ. എന്നാലുമേ നിന്റെയൊക്കെ ഇതൊക്കെ മാറ്റി കിടക്കാം. നാണക്കേടാ.
ചുമ്മാ ഒരുമാതിരി പാണ്ടികൾ നടക്കും പോലെ നടക്കും. ബാ ഇവിടെ ഇരുന്നേ, ഇവിടെ ഇരി, ഇതൊക്കെ എടുത്ത് എന്നാലുവേ ആ ടെസ്റ്റ് എങ്ങനെ എഴുതി ജയിച്ചത് എനിക്ക് മനസ്സിലാവാത്തത്. ഒരക്ഷരം പഠിക്കാതെ പോയതാ. നീ വീട്ടിൽ ഇരുന്ന് എന്ത് പഠിച്ചടാ? NCCക്ക് വേണ്ടി ഞാൻ ഇച്ചിരിയൊക്കെ പഠിപ്പിച്ച. ഞാൻ ഒത്തിരി എരിവ് ഇട്ടില്ലല്ലോ. ഞാൻ ഒത്തിരി എരിവ് ഇട്ടില്ല. ഭയങ്കര എരിവാണോ? ആ സാരി ഇച്ചിരി എരിവ് കിടക്കട്ടെ. ഇച്ചിരി എരിവും പുളിയൊക്കെ അങ്ങ് കേറത്തില്ല. എന്നാലേ ശരീരം കൊളസ്ട്രോളൊക്കെ പോകുള്ളൂ. നിനക്ക് വേണമെങ്കിൽ കൊളസ്ട്രോൾ ഇട്ട് വേറെ എടുത്തോളാം. അത് എരിവിട്ട്. ഇവന് NCCയിലും കിട്ടി. ടെസ്റ്റും ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. SPCയിൽ നിൽക്കാൻ ഞാൻ പറഞ്ഞു. കാരണം ഇതെന്തുവാടാ ഇതെന്തുവാ വാളോ? പുതിയ മോഡല് തോക്കുതാ വാളൊക്കെ ആയിട്ട് തോക്ക് വന്നിരിക്കുന്നത്. എനിക്കറിയാൻ പാടില്ല ഇത് എന്തുവാന്ന്. റോഡില്ലാത്ത തോക്കുമായിട്ടാണോ നീ എന്നെ വെടിവെക്കാൻ വന്നത്? ഒടിച്ചാളെ കൂട്ടോ, ഞാൻ അറിയാതെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന്റെ അടപ്പ് ഞാൻ കണ്ടില്ല. ഞാൻ എന്നും അതിന്റെ അടപ്പ് എവിടെന്നെങ്കിലും തപ്പിയെടുക്കും, പിന്നെ അത് മിസ്സിങ് ആകും. ഒരു പാത്രം, ഒരു പ്ലേറ്റാ അത് കഴുകിയെടുത്തു. അത് നല്ലത്. കഴുകി വെച്ചിരിക്കുന്ന അത് എന്താണേലും ആൻസൂട്ടിനാണ് SPC കിട്ടിയിട്ട്. ഞാനിത് പറയാനങ്ങ് വിട്ടുപോയി. 5ാം റാങ്ക് 44 കുട്ടികളിൽ 100 പിള്ളേർ ടെസ്റ്റ് എഴുതിയാൽ 5ാം റാങ്ക് എന്നൊക്കെ പറയുമ്പം 22 ആൺപിള്ളേർ 22 പെൺപിള്ളേരെയാണ് എടുത്തത്. അതിൽ 22 ആൺപിള്ളേരിൽ ഇത് 5ാം റാങ്ക് നിൽക്കുന്നുണ്ട്. എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇവിടെ ഞാൻ ഉൾപ്പെടെ എടുക്കാടാ കൂടെ ഉള്ളൂ. ഞാൻ നിന്നു താടാ ഒരെണ്ണം നിന്നാ മതി, 2 നീ എടുത്തോ. ഉണ്ടോ നീ എത്രണ്ണം ഉണ്ടടാ? എടാ അതിൽ വലുതും ആടാ. നീ തന്നെ 2 ചെറുതും തിന്നണോ? നടാൻ കുരു സൂക്ഷിച്ചു വെക്കുക. നടാൻ വേണ്ടിയാ. ചേട്ടൻ്റെ പറമ്പിൽ കൊണ്ടുപോയി നടണം. ഇവിടെ നടില്ല. ഇവിടെ നടാൻ സ്ഥലമില്ല. ഇത് നാട്ടുകാരുടെ പറമ്പല്ല, ഇവിടെ നടാൻ സ്ഥലമില്ല. ചേട്ടൻ്റെ കുടുംബസ്വത്തിൽ കൊണ്ട് നടണം. ചേട്ടൻ്റെ പറമ്പാ അത്. എൻ്റെ നഹി. എനിക്ക് കുടുംബസ്വത്തും പാരമ്പര്യമൊന്നുമില്ല. പാരമ്പര്യമായിട്ട് അനാഥക്കുട്ടി തന്നെ കേട്ടോ. ആരോരും ഇല്ലാത്ത അനാഥ ഞാൻ കേട്ടോന്നാ. തോക്കാന്ന് പറ. അങ്ങനെ അറിയാതാണ്. AK-47 ധൈര്യണ്ട് വെക്കടാ വടി കേട്ടാ. നിന്നോട് തുപ്പാനല്ലടാ പറഞ്ഞത്, നിന്നോട് വെടി വെക്കാനടാ പറഞ്ഞത്. ഡിഷും 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 വെക്കടാ വടി. അത് വെള്ളമാണ് ഇറക്കാ. അതുകൊണ്ട് കഴുകി വെക്കാം. ഏതാ ഏത് കഞ്ഞി വെക്കണത്? ഏത് അടിയിൽ കഴുകി വെച്ചേക്കണം. അതെ എനിക്ക് മനസ്സിലാവട്ടെ. ഇങ്ങനെ കാണിക്കണ എന്തിനാന്നാ? ഇത്ര കാണിച്ചാൽ പോലെ
ഇവിടെ ഇല്ല. എന്നാ വന്നേ? കഞ്ഞി വാങ്ങണ ചെലവൊന്നും കഞ്ഞി വാർക്കണ ചെരുവാണ് അന്വേഷിക്കണ. അതിനകത്തല്ലേ കപ്പ ഇട്ട് വെച്ചേക്കണേ. ഞാൻ കണ്ട കഞ്ഞി വെക്കണ കലവാ. ആ കുന്തളം കിന്തളം എടുത്തോണ്ട് പോവാ ചേട്ടാ. ആ കഞ്ഞി വറക്കണ പാത്രം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അതും എടുത്തോണ്ട് പോവാ. ചിലപ്പോ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. ചേട്ടായി കൊണ്ടുവരുന്ന എന്തെങ്കിലും ചെയ്ത് പോരും. ഞാൻ കരയുമ്പോ അവന്റെ അടുത്ത് അതിന് അല്ല ഇങ്ങോട്ട് കാണിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ. അതിന്റെ മുമ്പ് അല്ല, അത് കഞ്ഞിക്കാലത്ത് കരഞ്ഞ ബൈക്കിന്റെ അച്ഛൻ ചോദിച്ചേ. ഞാൻ കേൾപ്പിക്കട്ടെ. എന്റെ ബൈക്കും എന്റെ കാറും എന്റെ ലോറിയും ഒക്കെ ആ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം. അത് മറ്റേ ഫാർട്ട് പോണ സൗണ്ടാ. ശ്രീഹള്ളിയിലേക്കുള്ള പാളി. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടാ. ഇപ്പൊ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാനുള്ള ആളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻസ് പോയി കിടന്നിട്ട്. ആൻസ് രാവിലെ അല്ലത്തെ ഉച്ചയ്ക്ക് നമ്മൾ പൊറോട്ട വാങ്ങിച്ചു. അപ്പോൾ ആൻസ് അത് കഴിച്ചിട്ടാണ് കിടന്നത്. ഒത്തിരി നാൾ കൂടി വാങ്ങിയോണ്ട് ആൻസ് കഴിച്ചു. അരി നാളെയാണ് എടുക്കണ വണ്ടിയാന്നാ. എന്തോരം ചോറ് കഴിക്കും ചേട്ടാ? ഇത്രയും കഴിക്കില്ല. അതെനിക്കാ. നിരത്തിയാ? അത് കൂട്ടില്ല എനിക്ക് അന്നേരം. പച്ചമുളക് കൂട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ. രണ്ടും എടുത്ത എന്തിനാ? കൊറേ നേരം ആയല്ലോ. എപ്പോ കഷ്ണം എടുക്കും? നല്ല കഷ്ണം ദേ ഇരുന്ന് അമ്മച്ചോട് ചോറ് കഴിക്കണ്ടോന്ന് ചോദിക്കാം. ചോറ് കഴിക്കണ്ടോ? ചോറ് കഴിക്കുന്നുണ്ടോ? വെള്ളരി ചോറാ, റേഷനരി. ഒന്ന് എടുത്ത് കഴിക്ക. ആൻസ് കിടന്നുറങ്ങി. ബെഡ്ഷീറ്റും ഇല്ലാണ്ടാ കിടക്കുന്നതെന്ന് നോക്ക്. ബെഡ്ഷീറ്റൊക്കെ ചുരുട്ടി കൂട്ടി എറിഞ്ഞ് കളഞ്ഞേക്കുക. അപ്പം നമ്മുടെ വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഒരുപാട് വിലയേറിയ സമയത്തിനിടയ്ക്ക് നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ, കാരണം നല്ല നല്ല യൂട്യൂബേഴ്സും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കാണാൻ കൂടി നിങ്ങൾ സമയം കണ്ടെത്തുന്നതിലും നിങ്ങളുടെ വിലയേറിയ ആ ഒരു സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നതിലും, കാരണം എന്നോട് ഒരു ദിവസം ഒരു ഫാമിലിയെ മുതലക്കോടം പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ്റെ പേർക്ക് പറയുക. അപ്പം അവർ ചേച്ചി നമ്മുടെ വീഡിയോ കാണുന്നതാണ്. അപ്പം അതിൻ്റെ ഹസ്ബൻഡ് പറയുവാണ്, എല്ലാ പണികളെല്ലാം തീർത്തിട്ട് ഉറങ്ങാൻ നേരം നിങ്ങളുടെ വീഡിയോയും കണ്ടുകൊണ്ട് എൻ്റെ വൈഫ് കിടക്കുന്നതെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. അതൊക്കെ പുറത്ത് പോകുമ്പോൾ ഓരോരുത്തർ പറയുമ്പം ഒത്തിരി സന്തോഷം. അത് മാത്രമല്ല, നമ്മുടെ വീഡിയോയിൽ കൂടി കാണുന്ന എല്ലാവരെയും നിങ്ങളുടെ കുടുംബത്തിലെ ഉള്ളവരെ പോലെ തന്നെ സ്നേഹിക്കുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ.